ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ നാട്ടിൽ വെച്ച് തന്നെ കണ്ടു. ഈ നാട്ടിലോ? എവിടെ? നമ്മൾ താമസിക്കുന്ന വീട്ടിൽ തന്നെ. ഞങ്ങൾ ഈ നിലയിലാക്കിയ ആളുടെ പേര് നരേന്ദ്രൻ എന്നാ. ദാസേട്ടൻ? എന്റെ അച്ഛനാ. താ വാ. സത്യമായിട്ടും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ? താനല്ലേ രണ്ടുപേരെ ചുട്ടു വന്നത്? തന്റെ നാട്ടിലെ ഏതോ ഒരു തമ്പുരാനെയും തമ്പുരാട്ടിയെയും. അയ്യോ ഇല്ല, ഞാൻ മനസ്സാവാച അറിയാത്ത കാര്യമാ. എന്റെ പൊന്നു തമ്പുരാനെയും തമ്പുരാട്ടിയെയും ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് സംസാരിക്കാം. താനിപ്പോ അടങ്ങിയിരിക്കാം അവിടെ. ദാസേട്ടൻ അച്ഛനാണെന്നുള്ള കാര്യം താൻ എന്തിനാ എന്റെ അടുത്ത് മറച്ചു വെച്ചേ? താൻ ടെൻഷൻ ആവണ്ട. ദാസേട്ടനെ നമുക്ക് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാം. വലിയ കേസൊന്നും ആയിരിക്കില്ല. സ്റ്റേഷനിൽ നിന്ന് ആൾ ജാമ്യത്തിൽ വിടാവുന്നതേ ഉള്ളൂ. എന്നാലും രമാമയെ കണ്ടപ്പോ പുള്ളി എന്തിനാ വയലന്റ് ആയെന്ന് മനസ്സിലാവുന്നില്ല. ഇനി ആള് മാറിപ്പോയതാണോ? എടോ, തന്നെ തല്ല കാര്യമൊക്കെ താൻ ദാസേട്ടനോട് പറഞ്ഞായിരുന്നോ? ഇനി ആ ദേഷ്യം തീർത്തതാണോ? എന്തൊക്കെയോ ഒളിപ്പിച്ച താൻ നടന്നെന്ന് എനിക്ക് തോന്നിയിരുന്നു. ചോദിച്ചിട്ട് താനൊന്നും പറഞ്ഞില്ല. എടോ, നമ്മൾ ഇത്രയും പരിചയമൊക്കെ ആയില്ലേ, ഇനിയെങ്കിലും പറഞ്ഞൂടെ എല്ലാം. താൻ ശരിക്കും എവിടെയുള്ളതാ? എവിടെയാ തന്റെ നാട്? നിങ്ങൾ എന്തിനാ അവിടെ നിന്ന് പോന്നേ? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടോ, എന്താ ഉണ്ടായെന്നെങ്കിലും പറ. ഇനിയും തനിക്ക് താല്പര്യമില്ലെങ്കിൽ പറയണ്ട. ഇലവുദേശം എന്ന സ്ഥലത്താ എന്റെ വീട്. ഇലവുദേശം കൊട്ടാരത്തിലെ കാര്യസ്ഥനായിരുന്നു എന്റെ അച്ഛൻ. ഒരു പ്രശ്നമില്ലാതെ സന്തോഷത്തോടെയായിരുന്നു ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. കഥകൾ പറയും ചെമ്പരത്തി, കവിത മൊഴിയും ചെമ്പരത്തി, നിളയിഴകിലി ചെമ്പരത്തി, പുതുമകളിൽ ചെമ്പരത്തി. ഹലോ മാഡം. മേഡം ടെൻഷൻ ആവണ്ട. ഇവനിനി പുറം ലോകം കാണില്ല. അയ്യോ, അതിനുള്ളതൊക്കെ ഞാൻ ഏറ്റു. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കും. അവന്റെ ആവേശം അങ്ങ് തീർത്തു കൊടുത്തേക്ക്. വാ പൊത്തിട്ടിടിയടാ അവനെ. ശബ്ദം വെളി കേൾക്കാൻ പാടില്ല. അവിടെ തമ്പുരാനും തമ്പുരാട്ടിക്കും ഒരു ശത്രു ഉള്ളത് ഞങ്ങൾ വൈകി അറിഞ്ഞത്. അത് ഞങ്ങൾ അറിഞ്ഞത് അവരുടെ മരണശേഷം. എന്നിട്ട് ഇതിനൊക്കെ കാരണക്കാരനായ അയാളിപ്പോ എവിടെയുണ്ട്? നാട്ടിൽ തന്നെ ഉണ്ടോ? പിന്നീട് അയാളെ കണ്ടില്ലേ? കണ്ടു. ഈ നാട്ടിൽ വെച്ച് തന്നെ കണ്ടു. ഈ നാട്ടിലോ? എവിടെ?
നമ്മൾ താമസിക്കുന്ന വീട്ടിൽ തന്നെ. ഞങ്ങളെ ഈ നിലയിലാക്കിയ ആളുടെ പേര് നരേന്ദ്രൻ എന്നാ. അതെ, നരേന്ദ്രനാണ് ഞങ്ങളെ ഈ രീതിയിൽ എത്തിച്ചത്. തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും മരണത്തിന് ഉത്തരവാദി ഞങ്ങളാണെന്ന് നാട്ടുകാർ വിശ്വസിച്ചിരിക്കുന്നത്. ശരിക്കും അതിന് പിന്നിൽ ആരാണെന്നും എന്തിനാണത് ചെയ്തതെന്നും എനിക്കറിയണം. ഞാനത് കണ്ടുപിടിക്കും. ചേച്ചിയുടെ അടുത്തേക്ക് പോകാൻ വന്നിട്ട് പിന്നെ തന്റെ ചേച്ചിയുടെ വിവരങ്ങളൊന്നും കിട്ടിയില്ലേ? ഇല്ല, ചേച്ചിയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നും ഇപ്പൊ എന്റെ കയ്യിലില്ല. ഒരു കണക്കിന് ചേച്ചി ഒന്നും അറിയിക്കാതിരിക്കുന്ന നല്ലത്. അറിഞ്ഞ ചിലപ്പോ നിങ്ങളെ അന്വേഷിച്ചു വന്നാലോ? വന്നാ ചേച്ചി കൂടെ അപകടത്തിലാവില്ലേ? നമ്മുടെ ഭാഗ്യത്തിലാ ആ ശിവദാസൻ നമ്മളെ കണ്ടത്. നമ്മൾ കാണാതെ അവൻ നമ്മളെ മാത്രം കണ്ടാലുള്ള അവസ്ഥ എന്തായിരുന്നു? നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ അവനിവിടെ ആരെങ്കിലും അറിയിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഞാനും നീയും ഈ വീട്ടിൽ പോലും ഉണ്ടാവൂന്ന് മാത്രമല്ല, ചിലപ്പോഴേ ജയിലുമായേനെ. അത്രമാത്രം കാര്യങ്ങള് ഞാനും നീയും കൂടി ചെയ്തു വെച്ചിട്ടില്ലേ? അതൊക്കെ ഓർക്കുമ്പോ തന്നെ എന്റെ കാലിക്കൂടി പെരുത്ത് കയറിയ. അന്നത്തെ സാഹചര്യത്തില് അതൊക്കെ ചെയ്യേണ്ടി വന്നല്ലേ? അല്ലായിരുന്നെങ്കിൽ അന്നേ കൊട്ടാരത്തിൽ നിന്നും ജയിലിലേക്ക് പോവേണ്ടി വരുമായിരുന്നു. കാര്യങ്ങൾ ഇത്രമേലായ സ്ഥിതിക്ക് ഇനി എന്ത് വേണമെന്ന് ആലോചിക്കണം. ആ ശിവദാസൻ ഓരോന്നോർത്തെടുത്ത് ആരോടെങ്കിലും വല്ലതും പറഞ്ഞ ഞാൻ ഇത്രയും നാളും ചെയ്തു വച്ചതൊക്കെ വെറുതെയാവും. നമുക്ക് രണ്ടുപേർക്കും ഒരു തൂക്കുകയർ വാങ്ങിത്തരാൻ പാകത്തിനുള്ളതൊക്കെ ശിവദാസൻ അറിയാം. ഒന്നുകിൽ അവൻ എന്തെങ്കിലും പറഞ്ഞ ആരും വിശ്വസിക്കരുത്. അതിനേക്കാൾ എളുപ്പം അവൻ ഇനി ഒന്നും മിണ്ടാതെ നോക്കണം എന്നുള്ളതാ. എന്നു പറഞ്ഞ അവനെ പേടിക്കാതെ എനിക്ക് ജീവിക്കണമെന്ന്. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞ ശിവദാസനെ കൊന്നുകളയണമെന്ന്. എന്താ ഭദ്രേട്ടൻ വിചാരിച്ച അത് നടക്കില്ലേ? നടക്കും. പോലീസിന്റെ കസ്റ്റഡി കിടന്ന് തന്നെ അവൻ മരിക്കട്ടെ.